ഓലക്കണ്ടത്ത് പോയപ്പോഴേ അവിടെയുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആനകളുടെ എണ്ണം കേരളത്തിലെ കാടുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും കൂടുതലാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള മാർഗങ്ങൾ വേണമെന്നൊക്കെയാണ്. സോ അത് എന്താണ്? അങ്ങനത്തെയാണ് സാർ. ഇപ്പൊ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിൽ കൂടുതൽ ആനകൾ ഇപ്പൊ നമ്മുടെ ഓൾറെഡി കേരളത്തിലുണ്ട്. അപ്പൊ ഇതുങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒന്നല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള കള്ളിങ് പോലെ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ അടുത്ത സംവിധാനങ്ങൾ ചെയ്യാന്നല്ല. വെജിറ്റേഷൻ കണ്ടമാനം കുറയിൽ ഉണ്ടാവും ഇവിടെ നമ്മളുടെ. ആനകളെ തുരത്താൻ നിങ്ങൾക്ക് ധാരാളം വഴികൾ ഉണ്ടാവുമല്ലോ, പക്ഷെ ഒരു കാര്യമില്ലാന്ന് തോന്നുന്നു അല്ലേ? ആനകളെ തുരത്താൻ നമുക്ക് 72-ലെ വന നിയമം വന്നപ്പോൾ സിസ്റ്റം പടക്കം പൊട്ടിക്കുക എന്ന സിസ്റ്റം മാത്രമാണ് ഇതുവരെ വനം വകുപ്പ് അനുവദിച്ചിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൽ, അഡ്വാൻസ് കാലഘട്ടത്തിൽ ഈ കാട്ടാനകളെ കൃഷിയിടങ്ങളിൽ മേയാൻ വിടാതെ വരുമ്പോൾ തന്നെ തുരത്താനുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായാൽ ഒരു പരിധി വരെ ഈ ശല്യം ഇല്ലാണ്ടാവും. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? കാരണം ആന പിന്നെ വരാലോ. ഇല്ല, ആനകൾക്ക് ശരിക്കും ചെറിയ രീതിയിൽ പെയിൻഫുൾ ആക്കുന്ന രീതിയിൽ അഡ്വാൻസ് തന്നെ അവർക്ക് ജീവന് ഭീഷണി ഇല്ലാതെ എന്നാൽ നന്നായിട്ട് ശരീരം വേദനിക്കുന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ തന്നെ, കൃഷിയിടങ്ങളിൽ ഇറങ്ങുമ്പോൾ തന്നെ തുരത്താനുള്ള സംവിധാനം കൊണ്ടുവന്നാൽ ആനകൾക്ക് അത് മെസ്സേജായിട്ട് പാസ് ചെയ്യും, അടുത്ത ആനകൾക്ക് അത് മെസ്സേജ് കൊടുക്കുകയും ആനകളെ കൃഷിയിടങ്ങളിൽ തമ്പടിക്കാതിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഒരാനയ്ക്ക് ഉണ്ടാകുന്ന മോശമായ അനുഭവമാണെങ്കിൽ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അനുഭവമാണെങ്കിൽ അത് മറ്റുള്ള ആനകൾക്ക് പാസ് ചെയ്യും.